ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ ഈ കാര്യം ചെയ്യുന്നത് അതേ രീതി നിങ്ങളെ കൂടി ഒന്ന് കാട്ടിത്തരാം. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്ന അറിയാൻ വയ്യാത്തവർക്കും നിങ്ങളിൽ പലരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു മെത്തേഡ് നിങ്ങളെ കൂടെ കാട്ടിത്തരാമേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നൊന്ന് ഇത് ഇരുത്തോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് നിങ്ങളെ കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന്. ഒരു 20-25 ദിവസം എന്തായാലും ഇരിക്കും കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് വെക്കുന്നത്. ആദ്യം മുളക് കൊണ്ടുവന്നാൽ ഉടനെ തന്നെ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് അത് തോരാൻ വെക്കണം. അതിൻ്റെ വെള്ളമയം എല്ലാം മാറിക്കിട്ടണം. അതിന് ശേഷം എന്തായാലും തണ്ട് ഞെട്ടിങ്ങനെ ഒടിച്ച് കളയണം, ഒടിച്ച് മാറ്റിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ മാറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പൊട്ടിയ മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ യൂസ് ചെയ്യണം. അതിന് ശേഷമേ മറ്റുള്ളത് നമ്മൾ എടുക്കാവൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഡബ്ബയാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട് ഇതുപോലത്തെ ഡബ്ബ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഏത് ഡബ്ബയാണോ ഉള്ളത് അങ്ങനെ ഒരു ഡബ്ബ എടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ പേപ്പർ എടുത്തിട്ട് ഇതിപ്പോൾ ഒരെണ്ണമാണത്. ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു പേപ്പറാണ്. ഇതിനെങ്ങനെ ഫോൾഡ് ചെയ്ത് ആദ്യം ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പേപ്പർ ഇല്ലെങ്കിൽ സാധാ ബുക്സ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് പക്ഷേങ്കിൽ അതിൽ ഈ വരയൊന്നും കാണരുത്. അപ്പോൾ അതിൽ മഷിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണ്ട. അല്ലാതെ തന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം, നനവ് കാണല് കേട്ടോ. കഴുകി നന്നായിട്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. 10-25 ദിവസം എന്തായാലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ചുണ്ട് പൊട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്ത് കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അമ്മമ്മമാരുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ മുണ്ടിൻ്റെയൊക്കെ കോട്ടൺ തുണികൾ കാണുമല്ലോ, അതായാലും മതി കേട്ടോ. ഞാനിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ടിത് ക്ലോസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-25 ദിവസം ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് സ്ഥിരം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇതെടുത്ത് കഴുകണമെന്നില്ല. ഇത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെയല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ കഴുകണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ച് നന്നായിട്ട് കഴുകി ഇങ്ങനെ തോരാനൊക്കെ വെച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കഴുകി ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ പേപ്പർ വിരിച്ച് അതിലോട്ടിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുമോ, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു തുണി കൊണ്ട് കുപ്പിയെടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് സമയമുള്ളവർക്കാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നാൽ മതി. അതിന് ശേഷം ഞാൻ ഇതെല്ലാം ഇങ്ങനെ തണ്ടിലാണ് വരുന്നെങ്കിൽ ഇങ്ങനെ ഓരോ തണ്ടും ഇങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ ഓരോ തണ്ടും ഇങ്ങനെ ഒട്ടും വെള്ളമയം കാണല്. നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് ഉപ്പിയെടുത്ത് വെക്കണേ. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, മല്ലിയില മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ അങ്ങനെ കഴുകി വെച്ച് തോർത്തി വെച്ചാൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, നമ്മൾ കഴുകി എത്ര ഡ്രൈ ആക്കി വെച്ചാലും അത് ചീത്തയായി പോകും. അത് അധികം ദിവസം ഇരിക്കത്തേ ഇല്ല. അപ്പം നമ്മളത് കഴുകാതെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇടുന്ന അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാമേ. പിന്നെ ഉള്ളത് ഇങ്ങനെ കുറച്ച് ഇളകിയൊക്കെ വരുന്ന ഇതുണ്ടല്ലോ കറിവേപ്പില, അതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. ഇതാണ് ഒരു മാസത്തിൽ കൂടുതൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡബ്ബ വേണമെങ്കിലും എടുക്കാം. ഡബ്ബ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ട്, ജിപ്ലോക്കാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ കവറായാലും കുഴപ്പമില്ല. കവർ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെക്കുക. ഇല്ലെങ്കിൽ ഒരു പേപ്പർ, കഴിവതും നമ്മൾ എഴുതിയ പേപ്പറുകൾ ഉപയോഗിക്കാതെ വെള്ള പേപ്പർ ഉപയോഗിക്കുക. എന്നിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല തുണി ഉണ്ടെങ്കിൽ അതിലിങ്ങനെ റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ട് ആദ്യം യൂസ് ചെയ്യണേ.
ഇല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ചീത്തയായി പോകും. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടാണ് വെക്കുന്നത്. കാരണം ഇവിടെ ഉള്ളവരധികം കറിവേപ്പില അങ്ങോട്ട് യൂസ് ചെയ്യില്ല കേട്ടോ. നമ്മൾ മലയാളീസിനാണ് കറിവേപ്പില ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതാ ഇങ്ങനെ എടുത്തെല്ലാം വെച്ചു ഉണ്ടല്ലോ, ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇടുക. സത്യത്തിൽ തുണി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്കിവിടെ തുണി വിലയല്ല, അത് കാരണം ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊട്ടും കട്ടിയില്ലാത്ത ടിഷ്യൂ പേപ്പർ. ഇച്ചിരി കട്ടിയുള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഇങ്ങനത്തെയാണ്. ഇങ്ങനെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. ഇത് കുറച്ച് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് നാളൊക്കെ എന്തായാലും ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേന് ഇതൊക്കെ തീരൂലേ. അപ്പോൾ അത്രയും ദിവസമെങ്കിലും നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.